നമസ്കാരം. പി കെ മീഡിയ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. നാടക നടനും നാടക സംവിധായകനും നാടകരചയിതാവും ചലച്ചിത്ര നടനും ചലച്ചിത്ര സംവിധായകനും ഗായകനുമൊക്കെയായി പ്രവർത്തിച്ച ഒരു അപൂർവ വ്യക്തിത്വമാണ് രാജൻ പി ദേവ്. രാജൻ പി ദേവിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. പ്രശസ്ത നാടക നടനായിരുന്ന സെബാസ്റ്റ്യൻ ജോസഫ് എന്ന എസ് ജെ ദേവിൻ്റെയും നാടക നടിയായിരുന്ന കുട്ടിയമ്മയുടെയും മകനായി രാജൻ പി ദേവ് ജനിക്കുന്നത് 1954 മെയ് 20 ചേർത്തലയിലാണ്. ചേർത്തല ഹൈസ്കൂള്, സെൻറ്റ് മൈക്കിൾസ് കോളേജ്, SN കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി വിദ്യാഭ്യാസം നടത്തി. ചെറുപ്പത്തിലെ തന്നെ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു. നാടകരംഗത്തുള്ള കാര്യങ്ങളെ നോക്കാം. പ്രശസ്ത രാജാപ്പാർട്ട് നടനും ഹാർമോണിയം, ക്ലാർനെറ്റ്, ഫിഡിൽ എന്നീ സംഗീതോപകരണങ്ങളിൽ വിദഗ്ധനുമായിരുന്ന ചേർത്തല എസ് ജെ ദേവ് എന്ന പിതാവിൻ്റെ പാതയാണ് രാജനും പിന്തുടർന്നത്. സന്മാർഗവിലാസം നാടക കമ്പനി, ഉദയകേരള നടന സമിതി, കലാനിലയം എന്നിവയിൽ പിതാവ് കെട്ടിയ വേഷങ്ങൾ മകനെ നാടക നടനാക്കാൻ പ്രചോദിപ്പിച്ചു. മകനെ പോലീസ് ഓഫീസറാക്കാനായിരുന്നു അച്ഛനാഗ്രഹം, ഡോക്ടറാക്കാനായിരുന്നു അമ്മയുടെ ആഗ്രഹം. എന്നാലും ഇവർ രണ്ടുപേരുടെ ആഗ്രഹങ്ങളെ അദ്ദേഹം ഉപേക്ഷിച്ച്, പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഒളശയ്ക്ക് വണ്ടി കയറി. ഇടയ്ക്ക് കുറച്ചു കാലം ഉദയ സ്റ്റുഡിയോയിൽ ഫിലിം റെപ്രസെൻറ്റേറ്റീവായി ജോലിയും ചെയ്തിട്ടുണ്ട്. നാടകാചാര്യൻ NN പിള്ളയുടെ അനുഗ്രഹത്തോടെ വിശ്വകേരള കലാസമിതിയിലെത്തി. ഏകദേശം 4 വർഷക്കാലം NN പിള്ളയുടെ കീഴിൽ നാടക പരിശീലനം നേടിയെടുത്തു. ചിതാഭസ്മം എന്ന നാടകത്തിലെ ജാരസന്തതിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയരംഗത്ത് തുടക്കമിടുന്നത്. ചിതാഭസ്മത്തിന് ശേഷം സുപ്രീം കോർട്ട്, കാബാലിക, ഡൈനാമിറ്റ്, ഓർ നോട്ട് ടു ബി എന്നിങ്ങനെയുള്ള നാടകങ്ങൾ അവതരിപ്പിച്ച ശേഷം രഥം എന്ന നാടകം എഴുതി അവതരിപ്പിച്ചു. നാടകം സാമ്പത്തികമായി ഏറെ നഷ്ടങ്ങളുണ്ടാക്കിയിരുന്നുവെങ്കിലും ആ നാടകം കണ്ടിട്ടാണ് SL പുരം സദാനന്ദൻ സൂര്യസോമയുടെ കാട്ടുകുതിരയിലേക്ക് ഈ കലാകാരനെ ക്ഷണിച്ചത്. കാട്ടുകുതിരയിലെ കൊച്ചുവാവയായി അരങ്ങിലെത്തിയതോടെ രാജൻ പി ദേവ് മലയാള നാടകവേദിയുടെ അനിഷേധ്യ താരമായി വളരുകയായിരുന്നു. ഒഴിവില്ലാതെ ഏകദേശം 3 വർഷക്കാലം കേരളം മുഴുവൻ കാട്ടുകുതിരയിലെ കൊച്ചുവാവയായി രാജൻ പി ദേവ് വേഷമിട്ടു. അങ്ങനെ അദ്ദേഹം അതിപ്രശസ്തനായിട്ട് മാറി. കാട്ടുകുതിര സിനിമയാക്കിയപ്പോൾ കൊച്ചുവാവയുടെ റോൾ തിലകന് കൊടുത്തത് SL പുരവുമായി അകലാനായിട്ട് രാജൻ പി ദേവ് അകലാൻ കാരണമായി. തുടർന്ന് ഹരിശ്രീ തിയേറ്റേഴ്സിൻ്റെ മുല്ലപ്പൂക്കൾ ചുവന്നപ്പോൾ എന്ന നാടകം സംവിധാനം ചെയ്ത് നാടക സംവിധാനവും തനിക്ക് വഴങ്ങുമെന്ന് രാജൻ പി ദേവ് തെളിയിച്ചു. ഈ നാടകത്തിലൂടെ മികച്ച നാടക നടനുള്ള സംസ്ഥാന അവാർഡും രാജൻ പി ദേവിനെ തേടിയെത്തി. പിന്നീട് ചേർത്തല ജൂബിലി തിയേറ്റേഴ്സ് എന്ന ഒരു നാടക സമിതി ഉണ്ടാക്കി. ആദിത്യമംഗലം, ആര്യവൈദ്യശാല എന്ന നാടകം അവതരിപ്പിച്ചു. തുടർന്ന് ബെന്നി പി നായരമ്പലം എഴുതിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയിലൂടെ രാജൻ പി ദേവിനെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് തേടിയെത്തി. 9 റേഡിയോ നാടകങ്ങൾ രാജൻ പി ദേവ് രചിച്ചിട്ടുണ്ട്. രാജൻ പി ദേവിന് തൻ്റെ നാടക ട്രൂപ്പായ ജൂബിലിയുടെ നാടകങ്ങളുടെ പേരുകൾ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാവണം നാടകത്തിൻ്റെ പേരെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ജൂബിലിയുടെ ആദ്യ നാടകമായ ആദിത്യമംഗലം ആര്യവൈദ്യശാല മുതൽ ഒടുവിലെത്തിയ അമ്മിണിപുരം ഗ്രാമപഞ്ചായത്ത് വരെ എല്ലാ നാടകങ്ങളിലും ആ കാര്യത്തിലുള്ള ഈ വിശ്വാസം കൃത്യമായി പാലിച്ചിരുന്നു. പേര് മാത്രമല്ല, എല്ലാ നാടകങ്ങളുടെയും ആദ്യ ഡയലോഗിൻ്റെ ആദ്യ അക്ഷരവും ആയിൽ തന്നെ തുടങ്ങണമെന്ന് വാശി രാജൻ പി ദേവിന് ഉണ്ടായിരുന്നു. ചലച്ചിത്ര ജീവിതത്തെ നോക്കാം. ഈ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ സിനിമാ രംഗത്തേക്കും രാജൻ പി ദേവ് എത്തിയിരുന്നെങ്കിലും തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഇന്ദ്രജാലത്തിലെ കാർലോസിനെ അവതരിപ്പിച്ചതിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. പരിക്കൻ മുഖഭാവവും ശബ്ദവുമുള്ള ഒരു പ്രതിനായക നടനെ മലയാള സിനിമയ്ക്ക് അതിലൂടെ ലഭിക്കുകയായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ അദ്ദേഹം അഭിനയിച്ചു.
തെലുങ്കിൽ ഏകദേശം 18ഓളം സിനിമകളിൽ അഭിനയിച്ചു. തമിഴിൽ 32ഓളം സിനിമകളിൽ അഭിനയിച്ചു. കന്നഡയിൽ 5 സിനിമകൾ അഭിനയിച്ചു. വില്ലൻ വേഷങ്ങൾക്കൊപ്പം ഹാസ്യപ്രധാനമായ വേഷങ്ങളും രാജൻ പി ദേവ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 150-ലേറെ മലയാള സിനിമകളിൽ വേഷമിട്ടു രാജൻ പി ദേവ്. അവസാനമായി അഭിനയിച്ചത് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഈ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലായിരുന്നു. അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ എന്ന സിനിമ 1998 അദ്ദേഹം സംവിധാനം ചെയ്തു. അച്ഛൻ്റെ കൊച്ചുമോൾക്ക് എന്ന സിനിമ 2003 സംവിധാനം ചെയ്തു. മണിയറക്കള്ളൻ എന്നൊരു സിനിമ സംവിധാനം ചെയ്തു, പക്ഷേ പുറത്തിറങ്ങിയില്ല. ഇങ്ങനെ 3 സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ചിത്രം സംവിധാനം ചെയ്യാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരുന്നെങ്കിലും അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കുടുംബകാര്യങ്ങളെ നോക്കാം. ഭാര്യ ശാന്ത എന്നറിയപ്പെടുന്ന ശാന്തമ്മ, മക്കൾ ആശമ്മ, ജിബിൻ രാജ്, ജൂബിൽ രാജ് എന്നറിയപ്പെടുന്ന ഉണ്ണിരാജ് എന്നിവരാണ്. മരണം നോക്കാം. അവസാന നാളുകളിൽ പ്രമേഹവും കരൾ രോഗവും അടക്കം വിവിധ രോഗങ്ങളുടെ പിടിയിലായിരുന്നു രാജൻ പി ദേവ്. തന്മൂലം പലതവണ ആശുപത്രിയിലായിരുന്നു. അമിതമായ മദ്യപാനം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പാടെ തകർത്തു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടമായി. സിനിമ ഷൂട്ടിങ്ങിനും മറ്റും ക്യാമറ കാണാൻ കഴിയാതെ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയിരുന്നു. 2009 ജൂലൈ 26 രാവിലെ അങ്കമാലിയിലെ വീട്ടിൽ വെച്ച് രക്തം ഛർദ്ദിച്ച് അബോധാവസ്ഥയിലായ അദ്ദേഹത്തെ ഉടനെ അടുത്തുള്ള ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലൊന്നും ആരോഗ്യനിലയിൽ പുരോഗതിയൊന്നും കണ്ടില്ല. ഒടുവിൽ ജൂലൈ 29 രാവിലെ 6:30 അദ്ദേഹം അന്തരിച്ചു. മൃതദേഹം അന്ന് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പിറ്റേന്ന് രാവിലെ 11 മണിയോടുകൂടി കറുകുറ്റി സെൻറ്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളെ നോക്കാം. 1984-ലും 86-ലും മികച്ച നാടക നടനുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ രാജൻ പി ദേവിനെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.